മഴ കുറഞ്ഞതോടെ താമരശ്ശേരി ചുരത്തിൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. വലിയ ചരക്കു വാഹനങ്ങൾ ലക്കിടിയിലും അടിവാരത്തും നിർത്തിയിട്ടിരിക്കുകയാണ്. ബസ്സുകൾ കുറ്റ്യാടി ചുരം വഴിയാണ് സർവീസ് നടത്തുന്നത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാവും താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾ കടത്തിവിടുക. കമൽ ചേരുന്ന വിവരങ്ങളുമായി. കമൽ, ഗുഡ് മോർണിംഗ്. മഴ മാറി നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു വെയിലൊക്കെ വന്നു തുടങ്ങിയാൽ വലിയ ആശ്വാസമായിരുന്നു. മാത്രമല്ല, അവിടെ ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നത് എപ്പോഴായിരിക്കും? ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും ഇപ്പോൾ മാറിക്കിട്ടുമായിരിക്കും. ഗുഡ് മോർണിംഗ് മോത്തി. അവിടെ ഇരുന്ന് ദിവ്യദൃഷ്ടിയെ പറ്റുണ്ടോ? ഇവിടെ വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് നന്നായി. ഞാൻ രാവിലെ മുതൽ ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട് ചുരത്തില്. കാരണം ഈ വെയില് തുടങ്ങണം, മഴ തീരണം എന്നൊക്കെയുള്ള കമലിന്റെ ആ സന്തോഷം കണ്ടപ്പോൾ അത് ഞാൻ പ്രേക്ഷകരോട് പറയുകയും ചെയ്തിരുന്നു. ചെറിയ കാര്യങ്ങളിൽ സന്തോഷവും കൗതുകവും ഒക്കെ ഉള്ള ഒരു കുട്ടിയുടെ മനസ്സാണ് കമലിനെന്ന്. എന്തായാലും സന്തോഷം. ഇപ്പോൾ ചെറിയ വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങി. കാരണം ഇന്നലെ ഇവിടുത്തെ അവസ്ഥ മുഴുവൻ കോടമഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് കനത്ത മഴ, ഇവിടെ നിന്ന് മണ്ണും ചെളിയും കുത്തി ഒഴുകുന്നു. നമ്മളൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത് മാറി ഇന്ന് രാവിലെ വരുമ്പോൾ ഈ തെളിഞ്ഞ അന്തരീക്ഷവും സുരക്ഷിതമായി വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ് മോത്തി ഞാൻ കഴിഞ്ഞ 2 ലൈവിലും പങ്കുവെച്ചത്. ഇപ്പോൾ എന്തായാലും വെയിൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. ചുരത്തിലെ കുറച്ച് സന്നദ്ധ പ്രവർത്തകർ എന്നോടൊപ്പമുണ്ട്. ചുരം ബ്രിഗേഡിൻ്റെ പ്രവർത്തകരാണ്. ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായാലും ദുരന്തങ്ങൾ, ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് ഇവരെ പോലുള്ളവരാണ്. 2-3 ദിവസം ഉറക്കമില്ലാത്ത രാത്രികളും പകലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇന്നും ഒരു ആശ്വാസം ഉണ്ടല്ലേ? അതെ, ഇന്ന് കാലാവസ്ഥ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ അടഞ്ഞുകൂടിയ ഈ കല്ലുകളും മണ്ണും ഒക്കെ നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് പാറകൾ നീക്കം ചെയ്യാൻ പറ്റിയാൽ സുരക്ഷിതമായി. അതെ, റോപ്പ് കെട്ടി ഇറങ്ങിയിട്ട് അത് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം നമുക്ക് കൂടെ ഉണ്ട്. അവർ ചെയ്യാൻ തയ്യാറാണ്. എങ്കിലും ആധികാരികമായിട്ട് നമുക്ക് അതിൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അത് ചെയ്യാൻ കഴിയും. അതുകൂടെ ചെയ്താൽ സേഫായി ഇപ്പോൾ തൽക്കാലം. പിന്നെ പുതിയ പൊട്ടലുണ്ടായാലും പിന്നെ പേടിക്കണം. അതെ. അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു കല്ലോ മണ്ണോ പെട്ടെന്ന് ഇങ്ങോട്ട് ഇടിഞ്ഞ് വീഴുമെന്നുള്ള ഒരു പേടി വേണ്ട. ആ രൂപത്തിലേക്ക് സേഫാക്കി മാറ്റാം നമുക്ക്. അതാണ്. കുറച്ച് പാറക്കല്ലുകൾ കൂടി ഉണ്ട്. വിഷ്വലിൽ അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടർന്ന് നിൽക്കുന്ന ചെറിയ പാളികൾ കുറച്ചുകൂടി ഉണ്ട്. അത് ഇന്നലത്തെ മഴയ്ക്കൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി അത് വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ റോപ്പ് കെട്ടി ആളുകൾ ഇറങ്ങി അത് താഴേക്ക് തള്ളിയിടാൻ പറ്റിയാൽ പിന്നീട് വലിയൊരു അപകടത്തിന് സാധ്യതയില്ല എന്നാണ് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും കോഴിക്കോട് കലക്ടർ 10 മണിക്ക് ശേഷം ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിനെതിരെ MLA ഒക്കെ ഇന്നലെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്നെന്തായാലും കലക്ടർ വരുന്നുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം ഈ ഭാരവാഹനങ്ങളുടെ കാര്യത്തിലടക്കം ഒരു തീരുമാനമുണ്ടാകും മോത്തി.